Hi everyone, welcome back to another video of Daily Current Affairs series. Today it's 16th December. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഇവയൊക്കെയാണ്. ദ ഫസ്റ്റ് വൺ ഇസ് CRCONI. ഇത് നമ്മുടെ ഇന്നലത്തെ ക്വസ്റ്റൻ ആയിരുന്നു. സെക്കൻഡ് വൺ സിംഗപ്പൂർ ഡിക്ലറേഷൻ. തേർഡ് ഇന്ത്യ ഗ്ലോബൽ ഫോറം 2022 ആൻഡ് the fourth one is corporate. Moving on to the first question, the term CRCONI was in the news recently and is related to the first option, Antarctica expedition. Second, toughest material. C, Artemis mission of NASA. And the fourth one is tropical cyclone. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. ദി ആൻസർ ഇസ് ടഫസ്റ്റ് മെറ്റീരിയൽ. ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഹയസ്റ്റ് ടഫ്നെസ് ഉള്ള മെറ്റീരിയൽ ആയിട്ടാണ് CRCONA പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് എൻ അലോയ്. ഇറ്റ് ഈസ് എ മെറ്റാലിക് അലോയ് ഓഫ് ക്രോമിയം, കൊബാൾട്ട് ആൻഡ് നിക്കൽ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് CRCONI എന്ന് പറയുന്നത്. എലോയ് എന്ന് പറഞ്ഞാൽ കൂട്ട്, ഒന്നിലധികം മെറ്റൽസ് അല്ലെങ്കിൽ എലമെൻസിൻ്റെ കൂട്ടിനാണ് എന്ത് പറയുന്നത്, എലോയ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ മെറ്റാലിക് എലോയ് ഓഫ് ക്രോമിയം, കൊബാൾട്ട് ആൻഡ് നിക്കൽ ആൻഡ് ഇറ്റ് ഹാസ് എൻ ഈക്വൽ മിക്സ് ഓർ ഈക്വൽ പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് എലമെൻറ്റ്. ഈ പറയുന്ന മൂന്ന് മെറ്റൽസിൻ്റെയും ഈക്വൽ പ്രൊപ്പോർഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ മിക്സ് ആണ് ഈ ഒരു മെറ്റീരിയൽ ആയിട്ട് മാറുന്നത്. ബാക്കി എല്ലാ മിക്കവാറും ഒക്കെ ഉള്ള എലോയ്സിൽ ദ കോമ്പോസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആവണമെന്നില്ല. ബട്ട് ഹിയർ ഇൻ ദ കേസ് ഓഫ് CRCONI ഇറ്റ് ഹാസ് എ ഈക്വൽ മിക്സ് ഓഫ് ഓൾ ദീസ് ത്രീ എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെറ്റൽസ്. ഓക്കെ. സ്ട്രെങ്ത് ആൻഡ് ഡക്റ്റിലിറ്റി ഇംപ്രൂവ്സ് ആസ് ഇറ്റ് ഗെറ്റ്സ് കോൾഡർ. ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ ഡീഫോം ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫോം മാറ്റാൻ പറ്റും. വി ക്യാൻ മേക്ക് ഇറ്റ് തിന്നർ, അതിനെ തിന്നാക്കാൻ പറ്റും. ഈവൻ ദോ വി ആർ മേക്കിംഗ് ഇറ്റ് തിന്നർ, അതിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടില്ല. അതുപോലെ അതിനെ തണുപ്പിക്കും തോറും അതിൻ്റെ സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. സ്ട്രെങ്ത് മാത്രമല്ല, അതിൻ്റെ ഡക്റ്റിലിറ്റി, അതിൻ്റെ ഡീഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവും കൂടുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് CRCONI. ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടില്ല, അതായത് ഇതുവരെ കണ്ടുപിടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടാണ് ഇതിനെ പറയുന്നത്. ഓക്കെ. മൂവിങ് ഓൺ ടു ദ സെക്കൻഡ്, സിംഗപ്പൂർ ഡിക്ലറേഷൻ ഈസ് റിലേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്? Option A, space diplomacy. Option B, climate change. Option C, protection of biodiversity. And option D, workers' right and freedom of association. സിംഗപ്പൂർ ഡിക്ലറേഷൻ ആ ഒരു ടേമിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ആക്ച്വലി ഇറ്റ് വാസ് കണ്ടക്റ്റഡ് ഓർ ഇറ്റ് വാസ് ഹെൽഡ് ഇൻ സിംഗപ്പൂർ. അത് സിംഗപ്പൂരിൽ നടന്ന ഒരു മീറ്റിങ്ങിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കാം. ഓക്കെ. യെസ്. സോ the answer is Singapore Declaration and the question is Singapore Declaration and the answer is workers' right and freedom of association. അതായത് സിംഗപ്പൂർ ഡിക്ലറേഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വർക്കേഴ്സ് റൈറ്റ് ആൻഡ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ. അതായത് തൊഴിലാളികളുടെ റൈറ്റും അതുപോലെ തന്നെ അസോസിയേഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എയിമിംഗ് ഫോർ ദ സെയിം പേർപ്പസ് ഓർ എ പെർട്ടിക്കുലർ പേർപ്പസ്, അതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇൻ 17th ഏഷ്യ പസഫിക് റീജിയണൽ മീറ്റിംഗ് ഓഫ് ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ 17th ഏഷ്യ പസഫിക് റീജിയണൽ മീറ്റിംഗിലാണ് ഈ ഒരു സിംഗപ്പൂർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിട്ടുള്ളത്. ആൻഡ് ദേ ഹാവ് സെറ്റ് 10-point പ്രയോറിറ്റീസ് ഫോർ മെമ്പർ കൺട്രീസ്. അതായത് 10 ഇന പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രയോറിറ്റീസ് ആണ് മെമ്പർ കൺട്രീസിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ്? ഇറ്റ്സ് ഓൺ വർക്കേഴ്സ് റൈറ്റ് ആൻഡ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ. ഓക്കെ. ഡീൽസ് വിത്ത് ഡ്വിൻഡ്ലിംഗ് വേജസ് ഓഫ് വർക്കേഴ്സ്, ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇത് ഡ്വിൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമിനിഷിങ്. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഡിമിനിഷിങ്, അതാണ് ഡ്വിൻഡ്ലിങ്ങിൻ്റെ മീനിങ്. ഓക്കെ. ഹിയർ ഇറ്റ് ഈസ് അബൌട്ട് ഡ്വിൻഡ്ലിംഗ് വേജസ് ഓഫ് വർക്കേഴ്സ്. തൊഴിലാളികളുടെ വേതനം കുറയുക, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, ഇതിനൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സിംഗപ്പൂർ ഡിക്ലറേഷൻ നടത്തിയിട്ടുള്ളത്. ആൻഡ് ഗവൺമെൻറ് ടു എൻഷുർ പ്രൊട്ടക്ഷൻ ഫോർ ഓൾ ത്രൂ ദി പ്രൊമോഷൻ ഓഫ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ. ഫ്രീഡം ഓഫ് അസോസിയേഷൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് എല്ലാ വർക്കേഴ്സിനും പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡിക്ലറേഷൻ്റെ പ്രൈമറി അല്ലെങ്കിൽ പ്രൈം പേർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. സോ ദാറ്റ്സ് അബൌട്ട് സിംഗപ്പൂർ ഡിക്ലറേഷൻ ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് വർക്കേഴ്സ് റൈറ്റ് ആൻഡ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ. ഓക്കെ. മൂവിങ് ഓൺ ടു ദ തേർഡ്, in the context of international relations, India recently opened the India Global Forum 2022 in which of the following countries? Option A, Saudi Arabia. Option B, Oman. C, UAE. D, Qatar. And the correct answer is UAE. Option C, UAE. And External Affairs Minister of India inaugurated the India Global Forum in UAE. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആരാണ് നമുക്കറിയാം? എസ് ജയശങ്കർ ആണ്.
അദ്ദേഹം UAE ഇനാഗുറേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഇന്ത്യ ഗ്ലോബൽ ഫോറം 2022 എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ബ്രിങ്സ് ടുഗെദർ ലീഡിംഗ് പൊളിറ്റിക്കൽ, ബിസിനസ് ആൻഡ് കൾച്ചറൽ പേഴ്സണാലിറ്റീസ് ഫ്രം ഇന്ത്യ, UAE ആൻഡ് അക്രോസ് ദ വേൾഡ്. ഇന്ത്യ UAE, ഇന്ത്യയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്, നടന്നത് UAEലാണ്. സോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യൻ്റെയും ഇന്ത്യ UAE റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൽ മറ്റു രാജ്യങ്ങളും കൂടെ പങ്കെടുക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള ആൾക്കാരാണ് പങ്കെടുക്കുന്നത്? പൊളിറ്റിക്കൽ, അതുപോലെ ബിസിനസ് ആൻഡ് കൾച്ചറൽ പേഴ്സണാലിറ്റീസ് ആണ് ഈ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോറത്തിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് എൻ ഇനീഷ്യേറ്റീവ് ഓഫ് ഇന്ത്യ, ഫസ്റ്റ് മേജർ ഇവന്റ് ആഫ്റ്റർ G20 പ്രസിഡൻസി. ഇന്ത്യ ആണ് ഇപ്പം G20 പ്രസിഡൻസി ഉള്ള രാജ്യം എന്ന് പറയുന്നത്. സോ അതിൻ്റെ കുറേ പ്രോഗ്രാംസ് ഇന്ത്യയിലെ എല്ലാ സിറ്റീസിലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. സോ ആഫ്റ്റർ ഹാവിങ് G20 പ്രസിഡൻസി ഇന്ത്യക്ക് കിട്ടിയതിന് ശേഷം ഇന്ത്യ നടത്തുന്ന ഏറ്റവും മേജറായിട്ടുള്ള ഇവൻ്റാണ് ഈ പറയുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം 2022 എന്ന് പറയുന്നത്. സോ ദി ആൻസർ ഇസ് UAEയിലാണ് ഇത് നടത്തിയിട്ടുള്ളത്. ഓക്കെ, യെസ്. മൂവിങ് ഓൺ ടു ദ ഫോർത്ത് വൺ. ദ ക്വസ്റ്റ്യൻ ഇസ് ദ 39th edition of Corpet exercise is going on between which of the following countries? Option A, India and Australia. Option B, India and Japan. Option C, India and US. And option D, India and Indonesia. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ ആണ്. ആക്ച്വലി കോർപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്തോനേഷ്യ കോർഡിനേറ്റഡ് പട്രോൾ, അതാണ് കോർപ്പറ്റ്. കോർഡിനേറ്റഡ് പട്രോൾ ആണ് കോർപ്പറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയും ഇന്തോനേഷ്യയും സംയുക്തമായിട്ട് നടത്തുന്ന നേവൽ എക്സസൈസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു പട്രോൾ ആണ് കോർപ്പറ്റ് എന്ന് പറയുന്നത്. കണ്ടക്ടഡ് ഫ്രം 8 to 19 December ആണ്. ആൻഡ് ട്വൈസ് എ ഇയർ സിൻസ് 2002. അതായത് 2002 മുതൽ ഒരു വർഷം 2 തവണ ഈ ഒരു പട്രോളിംഗ് നടത്തുന്നുണ്ട്. ഓക്കെ, ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. സോ ഇറ്റ്സ് ടു പ്രൊമോട്ട് ഇന്ത്യസ് വിഷൻ ഓഫ് സാഗർ, സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. അതായത് ഈ പറയുന്ന ഇന്ത്യ അല്ലെങ്കിൽ ഇന്തോനേഷ്യ ഈ ഒരു റീജിയണിലുള്ള എന്താ പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഏത് രീതിയിൽ? നേവൽ, അതായത് കടൽ മാർഗം അല്ലെങ്കിൽ കടലുമായിട്ട് ബന്ധപ്പെട്ട, സമുദ്രമായിട്ട് ബന്ധപ്പെട്ട പട്രോളിങ്ങും ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യ ഇന്തോനേഷ്യ കോർപ്പറ്റിൽ നടക്കുന്നത്. സോ ഒരു വർഷം 2 തവണ ഈ ഒരു പ്രോഗ്രാം ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്തമായിട്ട് നടത്താറുണ്ട്. ഓക്കെ, യെസ്. ആൻഡ് ഹിയർസ് അബൌട്ട് കോർബറ്റ്. ആൻഡ് അവർ ലാസ്റ്റ് വൺ ഇസ്, ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റൻ ആണ്. ദ ഫിഷിംഗ് കാറ്റ് ഈസ് എ സ്റ്റേറ്റ് ആനിമൽ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ്? വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആസം ആൻഡ് ഹരിയാന. യാ. സോ ഇതിൽ ഏതാണ് ഫിഷിംഗ് കാറ്റ്? ഫിഷിംഗ് കാറ്റ് ഏത് സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് ആനിമൽ ആണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ നമ്മുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സൊക്കെ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. സോ സീ യു വിത്ത് അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.